ഇരുപതാം നൂറ്റാണ്ടിൽ ഇന്ത്യ കണ്ട ഏറ്റവും ഭീകരാക്രമണമായിട്ടുള്ള ബാബറി മസ്ജിദ് തകർക്കൽ ഏതാണ്ട് 33 വർഷം പിന്നിടുകയാണ്. 1992 ഡിസംബർ 6-നാണ് സംഘപരിവാർ ശക്തികൾ വളരെ ആസൂത്രിതമായി ബാബറി മസ്ജിദ് തകർത്തത്. അതിനുശേഷം ഇന്ത്യയുടെ സാമൂഹിക രാഷ്ട്രീയ മണ്ഡലത്തിൽ വളരെയേറെ പരിവർത്തനങ്ങളും സംഭവിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ഹിന്ദുത്വ രാഷ്ട്രീയ ശക്തികൾ ലക്ഷ്യം വെക്കുന്ന ഹിന്ദു രാഷ്ട്രം എന്ന സങ്കല്പത്തെ അടിസ്ഥാനപരമായി തന്നെ റദ്ദ് ചെയ്യുന്ന ഒരു ജനാധിപത്യ സങ്കല്പന മുന്നോട്ട് വെച്ച പ്രമുഖ ചിന്തകനാണ് ബാബാ സാഹേബ് ഡോക്ടർ ബി.ആർ. അംബേദ്കർ. ഹിന്ദുത്വ രാഷ്ട്രവാദം അടിസ്ഥാനമാക്കുന്ന ചാതുർവർണ്ണയത്തിൽ അധിഷ്ഠിതമായ സാമൂഹിക ദർശനത്തെയും അതിൻ്റെ രാഷ്ട്ര സിദ്ധാന്തത്തെയും അതിൻ്റെ തത്വചിന്താ അടിസ്ഥാനങ്ങളെയും ചരിത്ര ധാരണകളെയും അടിസ്ഥാനപരമായി തന്നെ വെല്ലുവിളിക്കുകയും വിമർശവിധേയമാക്കുകയും പുതിയൊരു ഇന്ത്യക്ക് വേണ്ടി നിലകൊള്ളുകയും ചെയ്ത അചഞ്ചലനായ ചിന്തകനായിരുന്നു ഡോക്ടർ ബി.ആർ. അംബേദ്കർ. അതുകൊണ്ട് തന്നെ എല്ലാ കാലത്തും ഹിന്ദുത്വ ശക്തികൾക്ക് വലിയൊരു വെല്ലുവിളിയായിട്ടാണ് അംബേദ്കർ ചരിത്രത്തിൽ നിലകൊണ്ടത്. 92-ലെ ബാബറി മസ്ജിദ് തകർക്കലിന് ശേഷം വളരെ വ്യാപകമായ ഒരു പുതിയ സോഷ്യൽ എഞ്ചിനീയറിംഗ് ഹിന്ദുത്വ ശക്തികൾ ഇന്ത്യയിൽ നടപ്പാക്കുകയുണ്ടായി. ഒരുപക്ഷെ മണ്ഡൽ കാലഘട്ടത്തിൽ ഹിന്ദുത്വ ശക്തികൾക്കെതിരെ നിലകൊണ്ട നിരവധി പ്രാദേശിക അധികാര രാഷ്ട്രീയ കക്ഷികളെ സ്വന്തം കൂടാരത്തിലെത്തിക്കുന്നതിൽ അവർ വിജയിക്കുകയും ചെയ്തു. അപ്പോഴും ഹിന്ദുത്വ രാഷ്ട്രീയത്തെയും അതിൻ്റെ ദർശനത്തെയും അതിൻ്റെ ധാർമ്മികതയെയും വെല്ലുവിളിച്ചുകൊണ്ട് സമൂഹത്തിൽ നിലനിന്ന പ്രധാനപ്പെട്ട ശബ്ദങ്ങൾ ഒന്നായിരുന്നു അംബേദ്കറിന്റെ ആശയങ്ങളെ പിൻപറ്റുന്ന അംബക്കറൈറ്റുകൾ. ചരിത്രത്തിലുടനീളം തങ്ങൾക്കെതിരായ ശക്തികളെ തങ്ങൾക്ക് അനുകൂലമായി വ്യാഖ്യാനിക്കുകയും അത്തരം ദുർവ്യാഖ്യാനങ്ങളിലൂടെ സ്വന്തമാക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത ഹിന്ദുത്വ തത്വചിന്താ പാരമ്പര്യത്തിന് തന്നെ ഉണ്ട്. അതിനെ ഓർമ്മിപ്പിക്കുന്ന വിധം ഡോക്ടർ ബി.ആർ. അംബേദ്കറെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി വ്യാഖ്യാനിക്കുവാനും ഇന്ത്യയിലെ ഹിന്ദുക്കളുടെ പ്രധാനപ്പെട്ട ഒരു വക്താവായി സ്ഥാപിച്ചെടുക്കുവാനും വളരെ വലിയ പരിശ്രമങ്ങൾ ഹിന്ദുത്വ കേന്ദ്രങ്ങളിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് RSSന്റെ സൈദ്ധാന്തികർ തന്നെ അതിന് ദേശീയ തലത്തിൽ മുൻകൈയെടുക്കുകയുണ്ടായി. 2002-ലെ ഗുജറാത്ത് കലാപം നടക്കുകയും വളരെ വ്യാപകമായി മുസ്ലിം കൂട്ടക്കൊലയ്ക്ക് ഇന്നത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രിയുടെ അറിവോടെയാണെന്ന് കോടതി കണ്ടെത്തിയ മുസ്ലിം കൂട്ടക്കൊലയ്ക്ക് ശേഷം ഇന്ത്യയിൽ ഒരുപക്ഷെ ഉയർന്നു വരാവുന്ന പുതിയൊരു രാഷ്ട്രീയ സാധ്യതയെ ഇല്ലാതാക്കുന്നതിനു വേണ്ടി ഡോക്ടർ ബി.ആർ. അംബേദ്കർ ഒരു മുസ്ലിം വിരുദ്ധനാണ്, ഇസ്ലാമിനെതിരാണ് എന്ന വ്യാപകമായൊരു പ്രചാരണം ഹിന്ദുത്വ ശക്തികൾ അഴിച്ചുവിടുകയുണ്ടായി. അദ്ദേഹത്തിന്റെ എഴുത്തുകളിലോ പ്രസംഗങ്ങളിലോ ഒട്ടും നിഴലിക്കാത്ത ഇക്കാര്യം ഒരു പരമമായ സത്യമെന്ന നിലയിൽ അവർ വ്യാപകമായി പ്രചരിപ്പിക്കുന്നു. അംബേദ്കർ പറഞ്ഞതിന്റെ ചില ഭാഗങ്ങൾ മാത്രം ഉദ്ധരിക്കുക, ചില സന്ദർഭങ്ങളിൽ നിന്നും അടർത്തി മാറ്റി ചില ഭാഗങ്ങൾ പറയുക, അദ്ദേഹത്തിന്റെ പൂർണ്ണമായ വിശദീകരണം പറയാതിരിക്കുക തുടങ്ങി എല്ലാ കാലത്തെയും ഫാസിസ്റ്റുകളെ പോലെ നുണകളുടെ വലിയൊരു പ്രചാരണമാണ് ഇക്കാര്യത്തിൽ നടന്നു വരുന്നത്. ബാബാ സാഹേബ് ഡോക്ടർ ബി.ആർ. അംബേദ്കർ ഒരു മുസ്ലിം വിരുദ്ധനാണ് എന്ന് സ്ഥാപിക്കാനുള്ള സംഘപരിവാർ ശക്തികളുടെ പരിശ്രമത്തെ ഒരു രാഷ്ട്രീയ അജണ്ടയായി വേണം നമ്മൾ മനസ്സിലാക്കുവാൻ. ബാബാ സാഹേബ് ഡോക്ടർ ബി.ആർ. അംബേദ്കർ ഇസ്ലാമിനെ മാത്രമല്ല ലോകത്ത് നിലവിലുള്ള എല്ലാ മതങ്ങളോടും വിമർശനപരമായ സമീപനം പുലർത്തിയ ഒരാളാണ്. ക്രിസ്തു മതത്തോടും ഹിന്ദുത്വ സാമൂഹിക ക്രമത്തോടും ഇസ്ലാമിനോടുമെല്ലാം അദ്ദേഹം വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. എന്നാൽ അത്തരം വിമർശനങ്ങളുടെ കാതൽ എന്ന് പറയുന്നത് മനുഷ്യവംശം നേടിയെടുക്കേണ്ട റിഫർമേറ്റീവായിട്ടുള്ള പരിഷ്കരണപരമായ മുന്നോട്ടുപോക്കിനെ തടസ്സം നിൽക്കുന്നു എന്ന പ്രധാനപ്പെട്ട ഒരു വാദഗതിയാണ് അംബേദ്കർ ഉന്നയിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. അതല്ലാതെ ഏതെങ്കിലും മതവിഭാഗത്തെ ഒരു ക്രിമിനൽ സംഘമായി ചിത്രീകരിക്കുകയോ അവർ ജന്മനാ തന്നെ ഭീകരവാദികളാണെന്ന് വാദിക്കുകയും അവരെ രാഷ്ട്രം പുറന്തള്ളേണ്ടതാണ്, അവർക്ക് പ്രാഥമികമായ അവകാശങ്ങൾ പോലും നൽകേണ്ടതില്ല എന്ന് വാദിക്കുകയോ ഒരു ഘട്ടത്തിൽ പോലും ബാബാ സാഹേബ് ഡോക്ടർ ബി.ആർ. അംബേദ്കർ പറയുന്നില്ല. സവർക്കർ ഇന്ത്യയിലെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും രണ്ടാം തരം പൗരന്മാരായി ജീവിച്ചു കൊള്ളണമെന്ന് വളരെ വ്യക്തമായും എഴുതിയിരിക്കെ ബാബാ സാഹേബ് അംബേദ്കറുടെ 10,000-കണക്കിന് വരുന്ന റൈറ്റിംഗ്സിൽ ഒരിക്കൽ പോലും അത്തരമൊരു വാദഗതി ഉന്നയിക്കപ്പെടുന്നില്ല. ഇവിടെ നാം കാണേണ്ടത് സംഘപരിവാർ ശക്തികൾ ഇസ്ലാം വിമർശനമല്ല ഉന്നയിക്കുന്നത്, മറിച്ച് ഇസ്ലാം പുറത്താക്കപ്പെടേണ്ട, ബഹിഷ്കരിക്കപ്പെടേണ്ട, ലോകത്ത് തന്നെ ഇല്ലാതാക്കപ്പെടേണ്ട ഒരു വിഭാഗമാണ് എന്ന മുൻവിധിയോടെയാണ്
അവർ ഇസ്ലാമിനെതിരായ പ്രചാരണം നടത്തുന്നത്. അതുകൊണ്ടാണ് ഓരോ പ്രചാരണം അവസാനിക്കുമ്പോഴും ഇന്ത്യയിലെമ്പാടും വ്യാപകമായ മുസ്ലിം കൂട്ടക്കൊലകൾ അരങ്ങേറുന്നത്. എന്നാൽ ബാബാ സാഹേബ് ഡോക്ടർ BR അംബേദ്കർ ആകട്ടെ ഇന്ത്യയിലെ മുസ്ലിം വിഭാഗത്തെ സംബന്ധിച്ച്, അതിൻ്റെ രാഷ്ട്രീയ നേതൃത്വത്തെ സംബന്ധിച്ച്, അതിൻ്റെ രാഷ്ട്രീയ നിലപാടുകളെ സംബന്ധിച്ച്, അതിൻ്റെ സാമൂഹിക പരിഷ്കരണ വിമുഖതയെ സംബന്ധിച്ച് വിമർശനം ഉന്നയിക്കുമ്പോൾ തന്നെ ഈ വിഭാഗത്തെ ഒരു രണ്ടാം തരം പൗരന്മാരായി കാണണമെന്നോ അവർക്ക് അവകാശങ്ങൾ നൽകേണ്ടതില്ലെന്നോ അഭിപ്രായപ്പെടുന്നില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി നാം കാണേണ്ടതുണ്ട്. രണ്ടാമതൊരു കാര്യം, ബാബാ സാഹേബ് ഡോക്ടർ BR അംബേദ്കറുടെ സാമൂഹിക രാഷ്ട്രീയ ദർശനം പുറന്തള്ളപ്പെട്ടവരെ സിസ്റ്റമിക്കായി ഒരു വ്യവസ്ഥാപിതമായി തന്നെ പുറന്തള്ളുന്ന വിഭാഗങ്ങളെ റീഅക്കമഡേറ്റ് ചെയ്യുവാൻ, പുനഃപ്രവേശിപ്പിക്കുവാൻ, പ്രത്യേകമായ അവകാശ അധികാരങ്ങളോടെ അവരുടെ അസ്തിത്വം രാഷ്ട്രത്തിനുള്ളിൽ ഉറപ്പിക്കുന്ന ഒരു ദർശനത്തെയാണ് അംബേദ്കർ മുറുകെ പിടിച്ചത് എന്ന കാര്യം നാം ആരും മറന്നുകൂടാ. ഇവിടെ പ്രധാനപ്പെട്ട ഇവരുടെ പ്രചാരണത്തിലെ 2-3 കാര്യങ്ങൾ വിശദീകരിക്കപ്പെടേണ്ടത്. അതിലൊന്ന്, ഇവരെപ്പോഴും പറയുന്ന പ്രധാനപ്പെട്ട ഒരു വിമർശനം, അദ്ദേഹം ഇസ്ലാമിനെ വളരെ പ്രാകൃതമായ ഒരു മതമായി കാണുകയും സ്ത്രീകൾ പർദ്ദ ധരിക്കുന്നത് വളരെ അശ്ലീല കാഴ്ചയാണ് എന്ന് അഭിപ്രായപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നതാണ്. ഇസ്ലാം സ്ത്രീകൾ പർദ്ദ ധരിക്കുന്നതിൻ്റെ സാമൂഹികവും രാഷ്ട്രീയവുമായ ആഫ്റ്റർ എഫക്റ്റിനെ കുറിച്ച് ഡോക്ടർ BR അംബേദ്കർ വിശദമായി തന്നെ എഴുതിയിട്ടുണ്ട്. അത്തരമൊരു വസ്ത്രധാരണം പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതില്ല എന്ന അഭിപ്രായവും അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട 3 കാരണങ്ങളാണ് അദ്ദേഹം അതിൽ പറയുന്നത്. ഒന്ന്, സ്ത്രീകൾക്ക് തന്നെ നിരവധിയായ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. മറ്റൊന്ന്, സ്ത്രീകളുടെ ധാർമ്മികവും സാമൂഹികവുമായ വളർച്ചയെ അത് തടസ്സപ്പെടുത്താൻ സാധ്യതയുണ്ട് എന്ന് അദ്ദേഹം നിരീക്ഷിക്കുന്നു. മൂന്നാമത്, രാഷ്ട്രീയമായ എൻഗേജ്മെൻറ്റിൽ നിന്നും അവരെ തടയാൻ അത് കാരണമാകുന്നു എന്നും അദ്ദേഹം പറയുന്നു. ഇത്തരം നിരീക്ഷണങ്ങൾ അദ്ദേഹം ഒരു ഇസ്ലാം വിരുദ്ധനാണ് എന്നതിന് തെളിവാകുന്നില്ല. പർദ്ദയിടുന്ന മുസ്ലിം സ്ത്രീകളെ സംബന്ധിച്ച് അംബേദ്കറിൻ്റെ ഒരു വാക്യം മാത്രമെടുത്ത് നുണപ്രചാരണം നടത്തുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അതിനെതിരെ അത്തരമൊരു വിമർശനം ഉന്നയിച്ച അംബേദ്കർ അദ്ദേഹം മുൻകൈയെടുത്ത് തയ്യാറാക്കിയ ഇന്ത്യൻ ഭരണഘടനയിൽ ഇന്ത്യയിലെ മുഴുവൻ പൗരന്മാർക്കും വിശ്വസിക്കുന്ന മതങ്ങളുടെ ആചാര അനുഷ്ഠാനങ്ങൾ പാലിച്ച് ജീവിക്കാൻ അവകാശമുണ്ട് എന്ന് ഒരു വ്യക്തമായും എഴുതി ചേർത്തിട്ടുണ്ട്. ഏതെങ്കിലും മതവിഭാഗത്തോട് ഉള്ളൊരു വിമർശനം എന്നത് അവരുടെ അവകാശങ്ങളെ റദ്ദ് ചെയ്യാനുള്ളൊരു കാര്യമായിട്ടല്ല അംബേദ്കർ കാണുന്നത്. മറിച്ച് പൗരന്മാരെന്ന നിലയിൽ അവരുടെ അവകാശത്തെ പരിപൂർണമായി അംഗീകരിക്കുന്ന ജനാധിപത്യപരമായ സമീപനമാണ് അംബേദ്കർ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് 2 കൂട്ടരും വിമർശിക്കുന്നു എന്ന വാദം തന്നെ ശരിയല്ല. ഒരു കൂട്ടർ മുസ്ലിങ്ങളെ കൊന്നൊടുക്കാൻ ഉള്ള ന്യായം കണ്ടെത്തുമ്പോൾ അംബേദ്കർ അവർക്ക് മുന്നോട്ടു പോകുവാനുള്ള വഴികളെ സംബന്ധിച്ച അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ് രേഖപ്പെടുത്തുന്നത്. ഇത് രണ്ടും ഒന്നല്ല എന്ന് തിരിച്ചറിയാനുള്ള വിവേകമാണ് നമ്മൾ കാണിക്കേണ്ടത്. ഇന്ത്യൻ മുസ്ലിങ്ങൾ എന്തുകൊണ്ടാണ് റിഫർമേഷന്, പരിഷ്കരണത്തിന് താല്പര്യമില്ലാത്തവരായി മാറുന്നത് എന്ന ചോദ്യത്തെ അദ്ദേഹം വളരെ പ്രസക്തമായ നിലയിൽ ഉന്നയിക്കുന്നുമുണ്ട്. ഇന്ത്യക്ക് വെളിയിലുള്ള മുസ്ലിം ജനസാമാന്യം, മുസ്ലിം ജനസമൂഹം വളരെ വലിയ പരിഷ്കരണങ്ങൾക്ക് വിധേയമാകുമ്പോൾ ഇന്ത്യൻ മുസ്ലിങ്ങൾ അത്തരമൊരു പരിഷ്കരണത്തിനോട് വിമുഖത കാണിക്കുന്നത് ഹിന്ദുത്വ ശക്തികളുടെ, ഓർത്തഡോക്സ് ഹിന്ദു സമൂഹത്തിൻ്റെ സാന്നിധ്യമാണ് എന്ന് അംബേദ്കർ അതേ ഭാഗത്ത് തന്നെ വിശദീകരിക്കുന്നുണ്ട് എന്ന് നമ്മൾ കാണണം. അദ്ദേഹം പറയുന്നൊരു കാര്യം, ഹിന്ദു സോഷ്യൽ സിസ്റ്റം ഇസ്ലാമിലേക്ക് പടർന്നു കയറുന്നുണ്ട്, നിശബ്ദമായി പടർന്നു കയറുന്നുണ്ട്. അങ്ങനെ പടർന്നു കയറിയതിലൂടെ അവർക്കിടയിൽ തന്നെ ഒരു ഗ്രേഡഡ് ഇനിക്വാളിറ്റി ഹിന്ദു സമൂഹത്തിലെ പോലെ പ്രബലമല്ലെങ്കിലും രൂപപ്പെട്ടിട്ടുണ്ട് എന്ന് അംബേദ്കർ നിരീക്ഷിക്കുന്നു. രണ്ടാമതൊരു കാര്യം, രാഷ്ട്രീയ അധികാരവുമായി ബന്ധപ്പെട്ട് മുസ്ലിം ജനസാമാന്യത്തെ, മുസ്ലിം ജനവിഭാഗത്തെ ഹിന്ദുത്വ ശക്തികൾ
ഒരു സബോർഡിനേറ്റ് വിഭാഗമായാണ് കാണുന്നതെന്നും അങ്ങനെ കാണുന്നത് കൊണ്ട് തന്നെ ഇസ്ലാം വിശ്വാസികളെന്ന നിലക്ക് കൂടുതൽ ഐക്യത്തോടെ നിലകൊള്ളേണ്ടതുണ്ട് എന്ന ഒരു തോന്നൽ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കിടയിൽ ശക്തമാണ് എന്ന് അദ്ദേഹം കാണുന്നു. അതുകൊണ്ട് തന്നെ സ്വന്തം വിശ്വാസത്തിലെ അപാകതകൾ പരിശോധിക്കുവാനും പരിഷ്കരിക്കുവാനും അസാധ്യമായ ഒരു സാഹചര്യമാണ് ഇന്ത്യ മുസ്ലിങ്ങൾക്ക് മുന്നിൽ സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണവും അദ്ദേഹം നടത്തുന്നുണ്ട്. ഈ രണ്ടാമത്തെ നിരീക്ഷണങ്ങൾ മൂടിവെക്കുകയും ആദ്യത്തെ ഒരൊറ്റ നിരീക്ഷണം മാത്രം, പർദ്ദയിടുന്നത് ഒരു അശ്ലീല കാഴ്ചയാണ് എന്ന ഒറ്റ വാചകം മാത്രം അടർത്തിയെടുത്ത് വ്യാപകമായി അംബേദ്കർ ഒരു ഇസ്ലാം വിരുദ്ധനാണ് എന്ന് സ്ഥാപിക്കാനുള്ള ഈ ശ്രമം, സംഘപരിവാർ ശക്തികളുടെ ശ്രമം, യഥാർത്ഥത്തിൽ അവർ മുന്നോട്ട് വെക്കുന്ന ഇസ്ലാം വിരുദ്ധതയ്ക്ക് ഒരടിസ്ഥാനമുണ്ടാക്കിയെടുക്കുവാൻ, അംബേദ്കർ അടക്കമുള്ളവർ ഇസ്ലാം വിരുദ്ധരാണ് എന്ന് സ്ഥാപിച്ചെടുക്കുവാനുള്ള ഒരു പരിശ്രമമായി വേണം നമ്മളതിനെ മനസ്സിലാക്കുവാൻ. രണ്ടാമത് ഇവർ പ്രധാനമായും പറയുന്നൊരു കാര്യം ഇന്ത്യൻ ഭരണഘടനയുടെ 370 ആർട്ടിക്കിളിനെ സംബന്ധിച്ചിട്ടുള്ള വിവാദമാണ്. 370 ആർട്ടിക്കിൾ കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്നതാണ്. കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന നെഹ്റുവിൻ്റെ കാശ്മീർ പോളിസിയോട് അടിസ്ഥാനപരമായി വിയോജിപ്പുണ്ടായിരുന്ന ഒരാളാണ് അംബേദ്കർ. അദ്ദേഹം അന്ന് സൂചിപ്പിച്ചൊരു കാര്യം, ഇന്ത്യ ഒരു ഭരണഘടനയ്ക്ക് കീഴിലുള്ള ഒരു യൂണിറ്ററി സ്റ്റേറ്റാണ്, ഫെഡറൽ ഘടനയെ അംഗീകരിക്കുന്ന ഒരു യൂണിറ്ററി സ്റ്റേറ്റാണ്. അത്തരം ഒരു സ്റ്റേറ്റിനകത്ത് പ്രത്യേകമായ അവകാശത്തോടു കൂടിയുള്ള ഒരു സ്റ്റേറ്റിനെ അനുവദിക്കുന്നത് ഭരണഘടനാ വാഴ്ചയെ ഗുരുതരമായി ബാധിക്കുകയും യൂണിറ്ററി സ്റ്റേറ്റ് എന്ന സങ്കല്പത്തെ ദുർബലപ്പെടുത്തുകയും ചെയ്യുമെന്നുള്ളതായിരുന്നു ഡോക്ടർ BR അംബേദ്കറുടെ വിയോജിപ്പിന് അടിസ്ഥാനമായിരിക്കുന്നത്. സംഘപരിവാർ ശക്തികൾ പ്രചരിപ്പിക്കുന്നത് പോലെ കാശ്മീരിലെ മുസ്ലിങ്ങളോടുള്ള ഏതെങ്കിലും വംശീയമായ വിദ്വേഷമായിരുന്നില്ല അംബേദ്കർ പറഞ്ഞിരുന്നത്. മറിച്ച് ഒരു ആധുനിക രാഷ്ട്രതന്ത്രജ്ഞൻ എന്ന നിലയിൽ ഒരു യൂണിറ്ററി സ്റ്റേറ്റിനകത്ത് സവിശേഷ അവകാശങ്ങളോടെ, പ്രത്യേക അവകാശങ്ങളോടെ ഒരു സ്റ്റേറ്റിനെ നിലനിർത്തുന്നത് ഭാവിയിൽ ദോഷകരമായി മാറുമെന്ന സുചിന്തിതമായ ഒരു അഭിപ്രായമാണ് അദ്ദേഹം പറഞ്ഞത്. മാത്രവുമല്ല, കാശ്മീരിലെ സവിശേഷതകളെ മനസ്സിലാക്കിക്കൊണ്ട് കാശ്മീർ പ്രശ്നത്തിനൊരു പരിഹാരവും അംബേദ്കർ നിർദ്ദേശിക്കുന്നുണ്ട്. കാശ്മീരിനെ സംസ്ഥാനങ്ങളായി 2 or 3 സംസ്ഥാനങ്ങളായി മാറ്റുന്നതിൽ തകരാറില്ലെന്നും മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങൾക്ക് പ്രത്യേക സംസ്ഥാന പദവി നൽകാമെന്നും ബുദ്ധിസ്റ്റ് ഭൂരിപക്ഷ പ്രദേശങ്ങൾക്ക് അങ്ങനെ നൽകാമെന്നും ഹിന്ദു ഭൂരിപക്ഷ പ്രദേശങ്ങൾക്ക് അങ്ങനെ നൽകാമെന്നും അങ്ങനെ ഓരോ ജനവിഭാഗങ്ങൾ തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് അപരിഹാര്യമായി നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്ക് പ്രത്യേക റീജിയൻ അനുവദിച്ചുകൊണ്ട്, എന്ന് പറഞ്ഞാൽ ജനതയുടെ സെൽഫ് ഡിറ്റർമിനേഷനെ, അവരുടെ സ്വയംഭരണ അധികാരത്തെ അംഗീകരിച്ചുകൊണ്ട് ഈ സ്റ്റേറ്റിനെ യൂണിറ്ററി സ്റ്റേറ്റിനോട് കൂട്ടിച്ചേർക്കണമെന്നുള്ള ഒരു നിർദ്ദേശവും പരിഹാര നിർദ്ദേശവും അംബേദ്കർ പറയുന്നു. ഈ രണ്ടാമത്തെയും മൂന്നാമത്തെയും കാര്യങ്ങൾ, അതായത് ഒരു യൂണിറ്ററി സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്ന പരിസരത്തിലാണ് അംബേദ്കർ നെഹ്റുവിൻ്റെ കാശ്മീർ പോളിസിയോട് വിയോജിക്കുന്നത് എന്ന കാര്യം മറച്ചു വെക്കുകയും കാശ്മീരിനെ ഇന്ത്യയുടെ ഭാഗമായി തന്നെ കണ്ടുകൊണ്ട് വ്യത്യസ്ത ജനവിഭാഗങ്ങൾക്ക് പ്രത്യേക റീജിയൻ അനുവദിക്കണമെങ്കിൽ, ഭൂമിശാസ്ത്രപരമായ ഹോംലാൻഡ് അനുവദിക്കണമെങ്കിൽ അത് അനുവദിച്ചുകൊണ്ട് ഈ സംസ്ഥാനത്തെ യൂണിറ്ററി സ്റ്റേറ്റിൻ്റെ ഭാഗമായി, ഭരണഘടന ബാധകമായ ഭാഗമായി തന്നെ നിലനിർത്തേണ്ടതുണ്ട് എന്ന അവസാനത്തെ പരിഹാര നിർദ്ദേശവും മറച്ചുവെച്ചുകൊണ്ട് അംബേദ്കർ 370-ക്കെതിരായിരുന്നു എന്ന് പറയുക മാത്രമല്ല, ഏതാണ്ട് 6 മാസക്കാലം എല്ലാ തരത്തിലുള്ള ഫെസിലിറ്റീസും നിഷേധിച്ചുകൊണ്ട്, എന്ന് പറഞ്ഞാൽ ഇൻ്റർനെറ്റ് അടക്കമുള്ള എല്ലാ സൗകര്യങ്ങളെയും നിഷേധിച്ചുകൊണ്ടും വളരെ വലിയ പട്ടാള സാന്നിധ്യത്തിലും അവിടെ ഉണ്ടായിരുന്ന നിയമസഭയോട് ചോദ്യം പോലും, അവരുടെ അനുവാദത്തിന് വേണ്ടി ഒരു ചോദ്യം പോലും ഉന്നയിക്കാതെയും വളരെ ഫാസിസ്റ്റ് രീതിയിൽ കാശ്മീരിനെ കീറിമുറിച്ചതിന് അംബേദ്കറിൻ്റെ പിന്തുണയുണ്ട് എന്ന് പറയുന്ന വിദണ്ഡവാദമാണ്
യഥാർത്ഥത്തിൽ RSS കക്ഷികൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. ഡോക്ടർ BR അംബേദ്കർ ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ച, അവരുടെ രാഷ്ട്രീയ നിലപാടിനെ സംബന്ധിച്ച, അവരുടെ നേതൃത്വത്തെ സംബന്ധിച്ച വിമർശനം അദ്ദേഹം ഉന്നയിക്കുമ്പോൾ അത് നിലപാടുകളോടുള്ള വിമർശനമായിട്ടാണ് അത് വരുന്നത്. ഇന്ത്യയിലെ മുസ്ലിം ജനസാമാന്യത്തിന് നേതൃത്വം കൊടുക്കുന്ന എലൈറ്റ് ക്ലാസ്സാണെന്ന് നേതൃത്വം കൊടുക്കുന്നത്. അവരുടെ നിലപാടുകളോടുള്ള ഒരു വിമർശനം. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം, വട്ടമേശ സമ്മേളനത്തിൽ മുസ്ലിങ്ങളുമായി ഇന്ത്യയിലെ സാമുദായിക പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ അംബേദ്കർ ഒരു അഭിപ്രായം പറയുന്നു. അദ്ദേഹം പറയുന്നൊരു കാര്യം, ഇന്ത്യയിലെ ടച്ചബിൾസും അൺടച്ചബിൾസും ഹിന്ദുക്കൾ എന്ന നിലയിൽ ഐക്യപ്പെട്ടാൽ അത് മുസ്ലിങ്ങൾക്ക് ദോഷകരമായി ഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് അവർ കരുതുന്നത് കൊണ്ട് നമ്മളുടെ വാദമുഖങ്ങളെ പൂർണ്ണമായും സ്വീകരിക്കാൻ അവർക്ക് കഴിയുന്നില്ല എന്നൊരു വിമർശനം അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. ആ വിമർശനത്തിൻ്റെ കാതൽ ഈ മുസ്ലിം നേതൃത്വം വസ്തുതാപരമായി സമഗ്രമായി കാര്യങ്ങളെ മനസ്സിലാക്കി നിലപാടുകൾ സ്വീകരിക്കുന്നില്ല എന്ന ആ വിമർശനത്തിൻ്റെ അർത്ഥം. ഇത് ജനസാമാന്യത്തിൻ്റെ ഒരു കാര്യമായിട്ടേ അല്ല അംബേദ്കർ പറഞ്ഞു. ഈ മുസ്ലിം ജനസാമാന്യത്തിൻ്റെ എന്തെങ്കിലും പ്രശ്നമായിട്ടല്ല അംബേദ്കർ അതിനെ ഉന്നയിക്കുന്നത്. മറിച്ച് അത് ഓരോ ഘട്ടത്തിലും എടുക്കുന്ന നിലപാടുകളാണ് വിമർശവിധേയമാക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ വിമർശകർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അംബേദ്കർ മുസ്ലിം വിരുദ്ധനാണ് എന്നൊക്കെ ഇപ്പോൾ പ്രചരിപ്പിക്കുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലേക്ക് ഡോക്ടർ BR അംബേദ്കർ ഒരു കാരണവശാലും തിരഞ്ഞെടുക്കപ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞത് പട്ടേലാണ്. അയാൾക്ക് മുന്നിൽ ഞങ്ങൾ വാതിലുകൾ മാത്രമല്ല ജനൽ കൂടി അടച്ചിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞതും സർദാർ വല്ലഭായ് പട്ടേലാണ്. അങ്ങനെ ഒരു തരത്തിലും ആ സഭയിലേക്ക് പ്രവേശനം നടക്കാൻ സാധ്യതയില്ല എന്ന് കണ്ടപ്പോൾ ബംഗാളിൽ നിന്നും മുസ്ലിം ലീഗിൻ്റെ പിന്തുണയോടെയാണ് അദ്ദേഹം കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലേക്ക് കടന്നു വരുന്നത് നമ്മൾ അറിയണം. അപ്പോൾ ഇങ്ങനെ വലിയൊരു മുസ്ലിം വിരുദ്ധനും ഹിന്ദുക്കൾക്ക് വേണ്ടിയുള്ള വാദഗതി ഉന്നയിക്കുന്ന ആളുമായിരുന്നുവെങ്കിൽ എങ്ങനെയാണ് ഇത് സംഭവിക്കുക? അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ അടിസ്ഥാനപരമായി വലിയൊരു നുണയാണ്. യഥാർത്ഥത്തിൽ ഈ ക്യാപ്ഷനിൽ അംബേദ്കർ ഒരു മുസ്ലിം വിരുദ്ധനാണ് എന്ന ക്യാപ്ഷനിൽ ചരിത്രത്തിൻ്റെ അനുഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇതൊരു പെരും നുണ മാത്രമാണ്. മറിച്ച് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിക്കകത്ത് ഈ ന്യൂനപക്ഷ അവകാശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചർച്ച നടക്കുന്ന സമയത്ത് ന്യൂനപക്ഷം എന്ന് പറയുന്നത് മുസ്ലിങ്ങൾ മാത്രമല്ല, പാഴ്സികളടക്കമുള്ള എല്ലാ വിഭാഗങ്ങളുടെയും അവകാശങ്ങൾക്ക് വേണ്ടി മുൻനിരയിൽ നിന്ന് പോരാടിയ ഒരാളാണ് ഡോക്ടർ BR അംബേദ്കർ നമ്മൾ കാണണം. അങ്ങനെ ഒരു രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പാണ് അദ്ദേഹം പറയുന്നത്. ഇവരീ പറയുന്ന ഇപ്പോൾ ഈ RSS പ്രചരിപ്പിക്കുന്നത് പോലെ ഏതെങ്കിലും ജനതയോട് വംശീയ വിദ്വേഷമോ ജനങ്ങൾ തമ്മിലുള്ള പിളർപ്പോ അല്ല ഡോക്ടർ BR അംബേദ്കറിൻ്റെ മണ്ഡലമായിരുന്നത്. മറിച്ചൊരു ആധുനിക ദേശരാഷ്ട്രമുണ്ടാകുമ്പോൾ ആ രാഷ്ട്രം എന്തെല്ലാം പദവികളും അധികാരങ്ങളുമാണ് ജനങ്ങൾക്കിടയിൽ ഉറപ്പ് കൊടുക്കേണ്ടത് എന്ന കാര്യമാണ് അംബേദ്കർ എപ്പോഴും വളരെ യുക്തിഭദ്രമായി ആലോചിക്കുകയും നടപ്പിലാക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് മുസ്ലിം നേതൃത്വത്തോട്, മുസ്ലിങ്ങളുടെ നിലപാടുകളോട്, അവരുടെ റിഫർമേഷനെതിരെയുള്ള സ്റ്റാൻഡുകളോടെല്ലാം വിമർശനമുള്ളപ്പോഴും ഇന്ത്യൻ പൗരന്മാരെന്ന നിലയിൽ തുല്യതയും നീതിയും അവർക്ക് ഉറപ്പ് ചെയ്യേണ്ടതുണ്ടെന്ന് അംബേദ്കർ കരുതുന്നത് അതുകൊണ്ടാണ്. ഈ നിലക്ക് അംബേദ്കറെ മനസ്സിലാക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ RSS കേന്ദ്രങ്ങളിൽ നിന്നുണ്ടാവുന്ന മുസ്ലിം വിരുദ്ധനാണ് അംബേദ്കർ എന്നുള്ള പ്രചാരണം അടിസ്ഥാനപരമായി ഒരു നുണയാണെന്ന് നമുക്ക് ബോധ്യപ്പെടും. ഇന്ത്യയിലെ ഹിന്ദുത്വ ശക്തികൾ പ്രചരിപ്പിക്കുന്ന പ്രധാനപ്പെട്ട മറ്റൊരു വാദഗതി അംബേദ്കർ പാകിസ്ഥാന് എതിരായിരുന്നുവെന്നും ഹിന്ദുത്വ ശക്തികൾ വാദിക്കുന്ന വിധമുള്ള ഇന്ത്യയെ സംബന്ധിച്ചൊരു സങ്കല്പമാണ് അംബേദ്കർ മുന്നോട്ട് വെച്ചത് എന്ന വാദമാണ്. യഥാർത്ഥത്തിൽ അംബേദ്കർ ഇന്ത്യയിലെ മുസ്ലിം ഹിന്ദു തർക്കത്തെ രണ്ട് കോണ്ടക്സ്റ്റിലാണ് കാണുന്നത്. ഒന്ന്, ഒരു ദേശരാഷ്ട്രമുണ്ടാക്കാൻ ഒരു രാഷ്ട്രമായി പരിണമിക്കുന്നതിന് ഈ വ്യത്യസ്ത ജനവിഭാഗങ്ങൾക്ക് ഒരുമിച്ച് നിൽക്കാൻ കഴിയുമോ എന്ന ചോദ്യം അംബേദ്കർ ഉന്നയിക്കുന്നുണ്ട്. ലോകത്തിൻ്റെ അനുഭവം മുന്നോട്ട് വെച്ചിട്ട് അദ്ദേഹം പറയുന്നത് സാധ്യമാണ് എന്നാണ് പറയുന്നത്. വ്യത്യസ്ത ജനവിഭാഗങ്ങളാണ് ലോകത്തിലെ മുഴുവൻ രാഷ്ട്രങ്ങളും നിർമ്മിച്ചിരിക്കുന്നത്
എന്ന് യൂറോപ്പിൻ്റെ അനുഭവം വരെ വിശദീകരിച്ചുകൊണ്ട് അംബേദ്കർ പറയുന്നുണ്ട്. അപ്പം രണ്ട് ജനവിഭാഗങ്ങളാണ് എന്നതുകൊണ്ട് മാത്രം അവർ രണ്ട് രാഷ്ട്രങ്ങളായി തീരണമെന്ന വാദം നിലനിൽക്കുന്നതല്ല എന്നും അംബേദ്കർ സൂചിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇന്ത്യയിലെ ഈ ഹിന്ദുത്വ രാഷ്ട്രീയ ശക്തികളാണ് യഥാർത്ഥത്തിൽ ഈ ഇന്ത്യയെ രണ്ടായി കീറി മുറിക്കുവാനുള്ള ഒരു തിയറി, ഒരു സിദ്ധാന്തം മുന്നോട്ട് വെക്കുന്നത്. ഇന്ത്യക്കകത്ത് രണ്ട് രാഷ്ട്രങ്ങളുണ്ടെന്നും അതിലൊന്ന് ഹിന്ദു രാഷ്ട്രമാണെന്നും മറ്റൊന്ന് മുസ്ലിം രാഷ്ട്രമാണെന്നും ആദ്യമായി പ്രഖ്യാപിച്ചത് സവർക്കറാണ് എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. അതിനുശേഷം മുസ്ലിം ലീഗിൻ്റെ ലാഹോർ പ്രമേയം വരുന്നതോടെ മുസ്ലിങ്ങളും സ്വന്തമായൊരു രാഷ്ട്രത്തെ സംബന്ധിച്ച അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. ഒരു ജനവിഭാഗം എന്ന നിലയിൽ തങ്ങൾക്ക് സ്വന്തമായൊരു ഹോംലാൻഡ് വേണമെന്ന് അവകാശപ്പെടാൻ മുസ്ലിങ്ങൾക്ക് അവകാശമുണ്ട് എന്ന രാഷ്ട്രീയമായ നിലപാടാണ് അംബേദ്കർ ആ കാര്യത്തിൽ പുലർത്തിയിട്ടുള്ളത്. അതെങ്ങനെ വേണമെന്ന്, ഈ എക്സ്ചേഞ്ച് എങ്ങനെ നടക്കണം, ജനങ്ങളുടെ കൈമാറ്റം എങ്ങനെ നടക്കണമെന്നതിനെ സംബന്ധിച്ചും വളരെ വ്യക്തമായ നിർദ്ദേശം തോട്ട്സ് ഓൺ പാകിസ്ഥാനിൽ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. അത് ഇന്ത്യ കാര്യമായി പരിഗണിച്ചില്ല. അതിൻ്റെ ദുരന്തങ്ങൾ നമ്മൾ വിഭജന സമയത്ത് ഏറ്റുവാങ്ങുകയും ചെയ്തു. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഈ ഹിന്ദുത്വ ശക്തികൾ പറഞ്ഞതുപോലെ തന്നെ മുസ്ലിം വിരോധത്തിൽ അധിഷ്ഠിതമായ ഒരു പാകിസ്ഥാൻ വിരോധത്തിൻ്റെ വക്താവാണ് അംബേദ്കർ എന്ന് പറയുന്നത്. തോട്ട്സ് ഓൺ പാകിസ്ഥാൻ എന്ന് പറയുന്ന പുസ്തകം വായിച്ചാൽ അതിനകത്ത് അദ്ദേഹത്തിൻ്റെ വിശദീകരണങ്ങൾ കണ്ടാൽ നമുക്ക് ബോധ്യപ്പെടുന്നൊരു കാര്യമാണ് അതൊരു പെരും നുണയാണ് എന്നത്. മറിച്ച് വസ്തുതാപരമായ കാര്യങ്ങളെ മുൻനിർത്തിയാണ് അംബേദ്കർ എപ്പോഴും ഈ വിഷയത്തെ സമീപിക്കാൻ ശ്രമിക്കുന്നത്. അത് ഇസ്ലാം ക്വസ്റ്റ്യന് മാത്രമല്ല. രണ്ടാമതൊരു കാര്യം അദ്ദേഹം പറയുന്നത്, ഈ ഹിന്ദു മുസ്ലിം തർക്കത്തിൻ്റെ വലിയ ഒരു അന്തരീക്ഷം രൂപപ്പെടുത്തി ഇന്ത്യയിലെ റിഫർമേറ്റീവ് പ്രോസസ്സിനെ തടസ്സപ്പെടുത്തുന്ന, എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ പരിഷ്കരണ പരിശ്രമങ്ങളെ തടസ്സപ്പെടുത്തുന്ന, അൺടച്ചബിൾ കാസ്റ്റിൻ്റെ ഐത്തജാതിക്കാരുടെ അവകാശങ്ങളെ ഇരുട്ടിൽ നിർത്തുന്ന ഒരു ഗൂഢാലോചന ഇതിലുണ്ടോ എന്ന് പോലും അംബേദ്കർ സംശയിക്കുന്നു. ആ നിലക്ക് വസ്തുതാപരമായി ഇന്ത്യയെ മനസ്സിലാക്കിക്കൊണ്ടുള്ള വളരെ റീസണബിളായിട്ടുള്ള സ്റ്റാൻഡ് എടുത്ത അംബേദ്കർ ഒരു മുസ്ലിം വിരുദ്ധനും പാകിസ്ഥാന് എതിരാളിയുമായിരുന്നു എന്നുള്ള വ്യാപകമായ ഒരു പ്രചാരണമാണ് ഇവർ നടത്തുന്നത്. ഈ പ്രചാരണങ്ങളെ നമ്മളൊരു രാഷ്ട്രീയ പ്രക്രിയയായിട്ട് വേണം മനസ്സിലാക്കുവാൻ. ഇതിലേറ്റവും ശ്രദ്ധേയമായൊരു കാര്യം, ഇവർ ഈ പറയുന്ന നുണകൾ, അതിലൊന്ന് ഡോക്ടർ BR അംബേദ്കർ ഇന്ത്യ സമൂഹത്തെ വിമർശിച്ചു കൊണ്ടിരുന്നത് അതൊരിക്കലും നീതി വിതരണം ചെയ്യാത്തൊരു സ്ഥലമാണ് എന്നതുകൊണ്ടാണ്. ഹിന്ദുക്കളോടോ ഇന്ത്യയിലെ ഏതെങ്കിലും സാമൂഹിക വിഭാഗത്തോടോ മുൻവിധി വെച്ചു പുലർത്തുകയോ അവരോട് വംശീയമായ വിദ്വേഷം പുലർത്തുകയോ അംബേദ്കർ ചെയ്തിട്ടില്ല. അംബേദ്കർ ചെയ്ത പ്രധാനപ്പെട്ട ഒരു ദൗത്യം ഇന്ത്യൻ സമൂഹം അതിനകത്ത് തന്നെ ഉള്ള സംവിധാനം കൊണ്ട് നീതി വിതരണത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അതാണ് പ്രധാനപ്പെട്ട വാദം. നീതിയുടെ വിതരണത്തെ തടസ്സപ്പെടുത്തുന്ന ഒരു സാമൂഹിക സംവിധാനമാണ് ഇന്ത്യ. അതുകൊണ്ട് ഇത് പൊളിച്ചെഴുതപ്പെടേണ്ടതുണ്ടെന്നാണ് അംബേദ്കർ അസന്നിഗ്ധമായി പറഞ്ഞത്. ഇത് പൊളിച്ചെഴുതാൻ തടസ്സമായി നിൽക്കുന്നത് ഈ ഹിന്ദു വിശ്വാസത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളെന്ന് അവർ തന്നെ വിശേഷിപ്പിക്കുന്ന വേദ ഇതിഹാസങ്ങളും പുരാണ കഥകളും അമ്മൂമ്മ കഥ മുതൽ അദ്വൈതം വരെ നീളുന്ന ആഖ്യാനങ്ങളുമാണെന്ന് അംബേദ്കർ ജാതി നിർമൂലനം എന്ന കൃതിയിൽ വളരെ വ്യക്തമായും പറയുന്നു. അതുകൊണ്ട് ഈ അനീതിയെ നീതി വിതരണം ചെയ്യാത്ത ഈ സാമൂഹിക സംവിധാനത്തെ താങ്ങി നിർത്തുന്ന വേദ ഇതിഹാസ പാഠങ്ങളെ ഡയനാമിറ്റ് വെച്ച് തകർക്കേണ്ടത്, ഈ വാക്കാ ഉപയോഗിക്കും, നമ്മൾ ശ്രദ്ധിക്കണം. അത് ഡയനാമിറ്റ് വെച്ച് തകർക്കണം എന്ന് പറഞ്ഞാൽ ഇതിനെല്ലാം കൊണ്ടുവന്ന് കൂട്ടിയിട്ട് കത്തിക്കണമെന്നല്ല അർത്ഥം. അത്രമേൽ അപകടകരമായ ഉള്ളടക്കമാണ് ഈ ഈ ചിന്താ പാരമ്പര്യത്തിന്, ഈ വേദ ഇതിഹാസ പാരമ്പര്യത്തിനുള്ളത് എന്ന് അംബേദ്കർ മനസ്സിലാക്കുന്നത് കൊണ്ടാണ് 1928 അദ്ദേഹം മനുസ്മൃതിക്ക് തീ കൊളുത്തുന്നത്. മനുസ്മൃതി പൗരാണിക ഇന്ത്യയുടെ നിയമ പുസ്തകമാണ്. അതിന് അദ്ദേഹം തീ കൊളുത്തുന്നത് ഇത് നീതിയെ വിതരണം ചെയ്യാൻ തടസ്സമാണ് എന്നുള്ളത് കൊണ്ടാണ്. ഒരുപക്ഷെ ഇന്ത്യ കണ്ടതിൽ വെച്ച്
നീതിക്ക് വേണ്ടി ഏറ്റവും മുന്നിൽ നിന്ന് പൊരുതിയ ഒരു സാമൂഹിക രാഷ്ട്രീയ നേതൃത്വമാണ് ഡോക്ടർ BR അംബേദ്കർ. അപ്പം ഈ വസ്തുതയെ കാണാതെ, ഈ വസ്തുതയെക്കുറിച്ച് അവരിപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അന്ന് അങ്ങനെ ആയിരുന്നു, അന്ന് അതുപോലെ ഭയങ്കര അനീതി ഉണ്ടായിരുന്നു, ഇന്ന് അനീതി അങ്ങനെയില്ല, അതുകൊണ്ട് ഇന്ന് നമുക്ക് കാര്യങ്ങൾ മാറ്റി ആലോചിക്കാമെന്ന ഒരു പ്രചാരണവും അവർ നടത്തുന്നുണ്ട്. ഇത് എത്രമേൽ വസ്തുതയുണ്ട്? ഇപ്പോഴും ഇന്ത്യക്കകത്ത് വളരെ വ്യാപകമായ വിവേചനങ്ങളും അവസര നിഷേധവും, അത് അധികാരത്തിലാവട്ടെ, ഉദ്യോഗത്തിലാകട്ടെ, ജുഡീഷ്യറിയിലാവട്ടെ, എവിടെയുമാകട്ടെ, ഇതെല്ലാം നടമാടുന്നൊരു നാട്ടിലിരുന്ന് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറയണമെങ്കിൽ അത് തീർച്ചയായിട്ടും കൗശലപൂർവം ഒരു വലിയ ജനതയെ വഞ്ചിക്കുന്ന ഒരിടപാടാണ്. ഈ വഞ്ചനയുടെ സാധ്യതകൾ ഡോക്ടർ BR അംബേദ്കർ അദ്ദേഹത്തിൻ്റെ എഴുത്തിൽ, പ്രസംഗങ്ങളിൽ, നിലപാടുകളിൽ വളരെ വ്യക്തമായും സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ജാതി വ്യവസ്ഥ എന്ന് പറയുന്ന ഈ സംവിധാനം ഇല്ലാതായാൽ മാത്രമേ ഇന്ത്യക്ക് സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം എന്ന മൂല്യത്തിലേക്ക് പരിവർത്തനപ്പെടാൻ കഴിയൂ എന്നതാണ് അംബേദ്കറുടെ സിദ്ധാന്തം. ഇവർ ഈ പറയുന്ന ഹിന്ദുത്വ രാഷ്ട്ര സിദ്ധാന്തത്തിൽ എവിടെയെങ്കിലും സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം എന്ന മൂല്യം, നീതി എന്ന മൂല്യം പ്രവർത്തിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിനാണ് ഇവർ ഉത്തരം പറയേണ്ടത്. അതല്ലാതെ അംബേദ്കർ മുസ്ലിം വിരുദ്ധനാണ്, അംബേദ്കർ ഹിന്ദു അനുകൂലിയാണ്, വീരപുരുഷനാണ്, ഇത്തരം പുകമറ സൃഷ്ടിക്കാതെ ഇവർ പറയുന്ന രാഷ്ട്രത്തിനകത്ത്, ഇവർ പറയുന്ന സമൂഹത്തിനകത്ത് സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം, നീതി എന്ന ആധുനിക മൂല്യങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടോ? ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഉത്തരം. ഇക്കാര്യത്തിൽ അല്ലെങ്കിൽ അവർ തെളിയിക്കട്ടെ, പറയട്ടെ, ഉണ്ട് എന്ന് പറയട്ടെ. ഈ ശ്രീരാമനെ കുറിച്ചൊക്കെ അംബേദ്കർ വിമർശിക്കുന്നത് വെറുതെ വിമർശിക്കുന്നതല്ല. റിഡിൽ ഓഫ് രാമ ആൻഡ് കൃഷ്ണ എന്ന പുസ്തകത്തിൽ അദ്ദേഹം വിമർശനം ഉന്നയിക്കുന്നത് അവർക്ക് രാജാക്കന്മാരോ ദൈവമോ ആയിരിക്കാനുള്ള യാതൊരു യോഗ്യതയുമില്ല എന്ന് അക്കമിട്ട് കാരണങ്ങൾ നിരത്തിയാണ് പറയുന്നത്. അതിനാണ് അവർ ഉത്തരം പറയേണ്ടത്, അതിനാണ് ഉത്തരം പറയേണ്ടത്. കഴിഞ്ഞ ദിവസം ഒരു മാന്യൻ കേരളത്തിൽ പറഞ്ഞത്, ഭാര്യ സംശയത്തിന് അതീതയായിരിക്കണം, സീസറിൻ്റെ ഭാര്യ സംശയത്തിന് അതീതയായിരിക്കണം എന്ന പോലെ രാമൻ്റെ ഭാര്യയും സംശയത്തിന് അതീതയായിരിക്കണം, അതുകൊണ്ട് കാട്ടിൽ കൊണ്ട കളഞ്ഞതാണ്, എന്താ കുഴപ്പമെന്നാണ് മാന്യൻ ചോദിക്കുന്നത്. ഇവരൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഡോക്ടർ BR അംബേദ്കറിൻ്റെ റിഡിൽ ഓഫ് രാമ ആൻഡ് കൃഷ്ണ എന്നുള്ള പുസ്തകം ഒരു വട്ടമൊന്ന് മറിച്ചു നോക്കണം. അതിനകത്ത് അദ്ദേഹം പറയുന്നത് രാമൻ സീതയെ ഉപേക്ഷിച്ചതിനെ കുറിച്ചല്ല, കള്ളത്തരത്തിൽ, കൗശലത്തിൽ. അതായത് സീത ഒരിക്കൽ രാമനോട് പറയുന്നു, എനിക്ക് ഈ വനത്തിൽ ഒരു ദിവസം താമസിക്കണം. പൂർണ്ണ ഗർഭിണിയായ സീതയോട് പറയുന്നു, രാമൻ ചെന്ന് പറയുന്നു, നിനക്ക് പണ്ടൊരാഗ്രഹമുണ്ടായിരുന്നല്ലോ വനത്തിൽ പോയി ഇന്ന് ഞാനത് സാധിച്ചു തരുമെന്ന് പറയും. എന്നിട്ട് ലക്ഷ്മണനെ ചട്ടം കിട്ടുന്നു, നീ സീതയോട് പറയരുത്, ഉപേക്ഷിക്കുകയാണെന്നുള്ള കാര്യം പറയരുത് എന്ന് പറഞ്ഞ് ചട്ടം കെട്ടി ലക്ഷ്മണൻ്റെ കൂടെ കാട്ടിൽ വിട്ട്, കാട്ടിൽ ഉപേക്ഷിച്ചിട്ട് ലക്ഷ്മണൻ അവിടെ സീതയോട് പറയുന്നു, പറയരുതെന്നാണ് പറഞ്ഞതെങ്കിലും എനിക്ക് പറയാതിരിക്കാൻ വയ്യ, നിങ്ങളെ കാട്ടിൽ ഉപേക്ഷിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞതായിട്ടാണ് ഈ കഥ പറയുന്നത്. ഇവരെല്ലാം പറയുമ്പോൾ രാമനും ലക്ഷ്മണനും സീതയൊക്കെ ഇന്നലെ ജീവിച്ചിരുന്നവരെ പോലെ തോന്നുമെങ്കിലും ഇതൊരു കഥ മാത്രമാണ്. ആ കഥയുടെ എത്തിക്സ് എടുത്താൽ പോലും സ്വന്തം ഭാര്യയെ കള്ളത്തരത്തിൽ ഉപേക്ഷിച്ച ഒരാൾ മാന്യനാണെന്ന് പറയണമെങ്കിൽ ഇവരൊക്കെ പുലർത്തുന്ന ധാർമ്മികത എന്ത് എന്ന ചോദ്യമാണ് ഡോക്ടർ BR അംബേദ്കർ ഉന്നയിക്കുന്നത്. ആ ചോദ്യത്തിന് അവർ ഉത്തരം പറയട്ടെ, ആ ചോദ്യത്തിനാണ് ഇവർ ഉത്തരം പറയേണ്ടത്. അങ്ങനെ അംബേദ്കറിൻ്റെ കൃതികളിലൂടെ സഞ്ചരിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്ത്യക്കാരുടെ മനസാക്ഷിയെപ്പോലും മരവിപ്പിച്ച് നിർത്തുന്ന, അവൻ്റെ ധാർമ്മികതയെ മനുഷ്യവിരുദ്ധമായി നിർമ്മിച്ചെടുക്കുന്ന ഒരു അച്ചുകൂടമാണ് ഹിന്ദുത്വ രാഷ്ട്രീയമെന്നാണ്. ഇതാണ് അംബേദ്കർ നമ്മളോട് പറയാൻ ശ്രമിച്ചത്. ഒരു ജനാധിപത്യ രാഷ്ട്രത്തിലേക്ക് നമുക്ക് കടക്കാൻ കഴിയണമെങ്കിൽ ഈ ഹിന്ദുത്വ തത്വചിന്തയെയും ഹിന്ദുത്വ ധാർമ്മികതയെയും അതിൻ്റെ സമൂഹ ദർശനത്തെയും അതിൻ്റെ രാഷ്ട്ര ദർശനത്തെയും നമ്മൾ നിർദ്ദയം തള്ളിപ്പറയണം
എന്നാണ് അംബേദ്കർ പറഞ്ഞൊരു കാര്യം. ഇങ്ങനെ അടിസ്ഥാനപരമായ വിമർശനമായി ഉന്നയിച്ച അംബേദ്കർ ഞങ്ങളുടെ ആളാണെന്ന് ഇവർ പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ളതാണ് നമ്മൾ മനസ്സിരുത്തി മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അതായത് അംബേദ്കറെ പ്രതിരോധിച്ച് കീഴ്പ്പെടുത്തുക എളുപ്പമല്ല എന്നവർക്കറിയാം. അംബേദ്കറെ പ്രതിരോധിച്ച് കീഴ്പ്പെടുത്തിയാൽ അനേകായിരം തെളിവുകൾ ചരിത്രത്തിൽ അംബേദ്കറിൻ്റെ എഴുത്തുകളിൽ നിന്ന് ഉയർന്നു വന്ന് ഇവരുടെ വായടപ്പിക്കുമെന്ന് അവർക്ക് ഉറപ്പാണ്. കാരണം അത്രമേൽ അംബേദ്കർ ഈ വിമർശനം വളരെ വിശദമായി എഴുതിയിട്ടുണ്ട്. എന്തുകൊണ്ട്? അംബേദ്കർ ഇയോള പ്രസംഗം ലോകപ്രസിദ്ധമായ പ്രസംഗമാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഹിന്ദു എന്ന സമൂഹത്തിലെ ഐത്തജാതിക്കാരായ വിഭാഗത്തിലേക്ക് ഞാൻ ജനിച്ചപ്പോൾ കൂട്ടിച്ചേർക്കപ്പെട്ടത് എൻ്റെ സമ്മതത്തോടെയല്ല. എനിക്കതിനകത്ത് ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. എന്നാൽ അതിനകത്ത് നിന്നുകൊണ്ട് എൻ്റെ സാമൂഹിക നില ഉയർത്താൻ ഞാൻ പരമാവധി ശ്രമിച്ചു. അത് സാധ്യമല്ല എന്നെനിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ മരിക്കുമ്പോൾ സ്വയം ഹിന്ദു എന്ന് വിളിച്ച് മരിക്കില്ല. ഇതാണ് ആ പ്രസംഗത്തിൻ്റെ ഉള്ളടക്കം. സ്വയം ഹിന്ദു എന്ന് വിളിച്ച് ഞാൻ മരിക്കില്ല എന്നാണ് അംബേദ്കർ പ്രഖ്യാപിച്ചത്. അങ്ങനെ പറഞ്ഞൊരു മനുഷ്യൻ ഹിന്ദുക്കളുടെ ദൈവമാണ്, ഹിന്ദുക്കളുടെ നേതാവാണെന്ന് പറയുന്നതിൻ്റെ ദുരുദ്ദേശം പിടികിട്ടാൻ വലിയ പാണ്ഡിത്യത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. സാമാന്യേന അംബേദ്കറുടെ കൃതികൾ മാത്രം വായിച്ചാൽ മതി. ഇവിടെ നമ്മൾ ഭയപ്പെടേണ്ട ഒരു കാര്യം, ഈ പ്രചാരണ കോലാഹലങ്ങൾക്കിടയിൽ അംബേദ്കർ മുസ്ലിം വിരുദ്ധനാണെന്നുള്ള പ്രചാരണം നടക്കുന്നു, ഹിന്ദു വീരപുരുഷനാണെന്നുള്ള പ്രചാരണം നടക്കുന്നു, BJP സംഘപരിവാർ ശക്തികൾ അംബേദ്കറിൻ്റെ ജന്മദിനം വളരെ വലിയ ഘോഷയാത്രയായി നടത്തുന്നു. ഇതെല്ലാം നടത്തിയിട്ട് ഒരു ദിവസം ഒരുപക്ഷെ കേരളത്തിലെ PSCക്ക് പരീക്ഷയ്ക്ക് പോകുന്ന ഒരാൾക്കുടെ മുന്നിൽ വരാവുന്ന ഒരു ചോദ്യം, ഇന്ത്യയിലെ ഇസ്ലാം വിരുദ്ധതയ്ക്ക് നാന്ദി കുറിച്ച ചിന്തകനാര്? നെഹ്റു, ഗാന്ധി, അംബേദ്കർ. അംബേദ്കർ ശരിയായ ഉത്തരം എന്നിവർ എഴുതാൻ മടിക്കില്ലാത്ത കൂട്ടരാണ്. ഗാന്ധി ആത്മഹത്യ ചെയ്തത് എന്തിനാണെന്ന് ഗുജറാത്തിൽ കുട്ടികളോട് ചോദ്യം ചോദിച്ച മനുഷ്യവിരുദ്ധരെന്ന് പോലും പറയാം, മനുഷ്യർ പോലും അല്ലാത്ത ഈ സംഘങ്ങൾ, മാനവികമായ ഒരു ഗുണവും തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത, നമ്മുടെ കഴിഞ്ഞ നൂറ്റാണ്ടിൽ മനുഷ്യരെ കൺമുന്നിൽ വെച്ചാണ് ഗാന്ധി വെടിയേറ്റ് കൊല്ലപ്പെടുന്നത്. RSSകാരനാണ് കൊന്നത്. അദ്ദേഹം RSSൽ നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പം രാജിവെച്ചു, വെടിവെച്ച സമയത്തില്ലായിരുന്നൊക്കെ പല ന്യായങ്ങൾ പറയുന്നുണ്ടാവാം. പക്ഷെ ഒരു പൂന ബ്രാഹ്മണൻ ഹിന്ദുക്കൾക്കെതിരാണ് ഗാന്ധി എന്ന് കോടതിയിൽ മൊഴി കൊടുത്ത വിനായക് ഗോഡ്സെയാണ് ഗാന്ധിയെ വെടിവെച്ചു കൊന്നത്. ഈ തൊട്ടടുത്ത 100 വർഷം പോലും ആയില്ല, 100 വർഷത്തിനിടയ്ക്ക് ഗാന്ധി എന്തിനാണ് ആത്മഹത്യ ചെയ്തത് എന്ന് കുട്ടികളോട് ചോദ്യം ചോദിക്കണമെങ്കിൽ ഇവരെത്ര നിർമാനുഷരായിരിക്കും. ഇവരൊരു പക്ഷേ ഭാവിയിൽ ഗുജറാത്തിൽ തന്നെ മറ്റൊരു ചോദ്യം ചോദിച്ചേക്കാം. അംബേദ്കറിൻ്റെ പുസ്തകങ്ങൾ വായിച്ച് പ്രചോദിതരായ മനുഷ്യരാണ് ഗുജറാത്തിൽ 2002 മുസ്ലിം കൂട്ടക്കൊല നടത്തിയത് എന്നിവർ പറഞ്ഞു പരത്തില്ല എന്ന് നമുക്കൊരു ഉറപ്പുമില്ല. അത്രയും കൊടും ഭീകരന്മാരാണ്, നുണകളുടെ കേന്ദ്രങ്ങളാണ് ഈ സംഘപരിവാർ ശക്തികൾ. അവരുടെ മുൻകൈയിലാണ് ഈ ഇസ്ലാം വിരുദ്ധത, മുസ്ലിങ്ങൾക്കെതിരെയുള്ള വിരുദ്ധം. ഈ മുസ്ലിങ്ങൾക്കെതിരെ ഞാൻ നേരത്തെ സൂചിപ്പിക്കുകയുണ്ട്, അംബേദ്കർ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. അത് മുസ്ലിങ്ങളെ കൂട്ടക്കൊല ചെയ്യാൻ വേണ്ടി ആയിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ലോകത്തെ സംബന്ധിച്ച മനസ്സിലാക്കലിൻ്റെ അടിസ്ഥാനത്തിൽ, രാഷ്ട്രീയത്തെ സംബന്ധിച്ച, ഇന്ത്യ ചരിത്രത്തെ സംബന്ധിച്ച, ഇന്ത്യൻ സാമൂഹിക ബന്ധങ്ങളെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇത്തരം ഗുരുതരമായ വിമർശനങ്ങളെന്ന് അവർ പറയുന്ന ഈ വിമർശനങ്ങൾ ഉന്നയിച്ച ഡോക്ടർ BR അംബേദ്കർ തന്നെയാണ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ ന്യൂനപക്ഷ അവകാശങ്ങൾക്ക് വേണ്ടി മുൻനിരയിൽ നിന്ന് പോരാടിയത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അംബേദ്കർ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ പറയുന്നൊരു വാക്യമുണ്ട്, എന്നാണോ ഭൂരിപക്ഷ ജനത ന്യൂനപക്ഷങ്ങളോട് സാഹോദര്യപൂർവം ജനാധിപത്യപരമായി ഇടപെടുന്നത്, അന്ന് ന്യൂനപക്ഷാവകാശം താനെ ഇല്ലാതാകുമെന്നാണ്. ഇങ്ങനെ ന്യൂനപക്ഷാവകാശത്തെ സംബന്ധിച്ച് സുദൃഢമായ ധാരണയുണ്ടായിരുന്ന ഡോക്ടർ BR അംബേദ്കർ
മുസ്ലിങ്ങൾക്കെതിരാണ് എന്ന് പറഞ്ഞ് പരത്തണമെങ്കിൽ ഇവർ ഡോക്ടർ ബി ആർ അംബേദ്കറെയും വായിച്ചിട്ടില്ല, ഇന്ത്യ ചരിത്രത്തെയും വായിച്ചിട്ടില്ല എന്നത് വളരെ വ്യക്തമാണ്. ഫലത്തിൽ RSS കേന്ദ്രങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന ചെറിയ ചെറിയ വിവരങ്ങൾ വ്യാപകമായി വാരിവിതറി ഇതാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ എന്ന് സ്ഥാപിക്കാനുള്ള കുൽസിതമായ ശ്രമമാണ് ഇവർ നടത്തുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ അവരുടെ ആരാധനാലയമായി കണ്ട് ആരാധന നടത്തിയിരുന്ന ബാബറി മസ്ജിദ് ആൾക്കൂട്ടം, അതിഭീകരന്മാരായ ആൾക്കൂട്ടം ആക്രമിച്ച് തകർത്ത് തൽസ്ഥാനത്ത് ഈ ഞാൻ നേരത്തെ പറഞ്ഞ രാമൻ്റെ ക്ഷേത്രം പണിത് വലിയ ദിഗ്വിജയം ഉണ്ടായി എന്ന് ഈ മേനി നടിക്കുന്നവർ ഒരു കാര്യം ഓർമ്മയിൽ സൂക്ഷിക്കുന്നത് നല്ലതാണ്. ഒരു ഫാസിസ്റ്റും ചരിത്രത്തിലെ അടുത്ത ഘട്ടത്തെ അതിജീവിച്ചിട്ടില്ല. അതിജീവിക്കാൻ ജനങ്ങൾ ചരിത്രം അനുവദിച്ചിട്ടുമില്ല. ഇത് തന്നെയായിരിക്കും ഇന്ത്യയിലെ ഹിന്ദുത്വ ഫാസിസ്റ്റുകളുടെയും വിധി എന്ന കാര്യത്തിൽ ഒരു തർക്കത്തിനും അവകാശമില്ല.